വെൽക്കം ടു ആരാധ്യ റെസിപ്പീസ്. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ബിരിയാണിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുക്കുന്നത്. ഞാനൊരു 2 കിലോ മട്ടണ് അനുസരിച്ചാണ് റൈസ് എടുക്കുന്നത്. ഇനി നമുക്ക് അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിരാനിടാം. അതിനുശേഷം കഴുകി നമുക്ക് ഊറ്റി വയ്ക്കാം. 2 കിലോ മട്ടൻ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 10-20 വെളുത്തുള്ളി, ചെറിയ ഇന്ത്യൻ്റെ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 8-9 പച്ചമുളക്, ഒരു 3 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. 4 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 7 സവോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി 2 കിലോ മട്ടൻ കഴുകി ഊറ്റി വെച്ചതിലേക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണോളം പെരുംജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1/2 സ്പൂണോളം ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും കൂടി അരച്ച പേസ്റ്റ് ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ്. ഇനി യോഗട്ട് 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്, കട്ട തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് തിരുമ്പി യോജിപ്പിക്കുകയാണ്. ഇനി മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ. നമുക്ക് ആ നേരം കൊണ്ട് ബാക്കിയുള്ള ഐറ്റംസ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചതിന് അല്പം സവോള ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന്. ഇനി നമുക്കിത് മട്ടണിൽ വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വഴറ്റണത്. അപ്പോൾ വളരെ ടേസ്റ്റാണ്. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ സവാള വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് അല്പം ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചതിന് അല്പം കൂടി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഒരു ഗോൾഡൻ കളർ ആവാറാവുമ്പോൾ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി എടുക്കാം. അങ്ങനെ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് ഊറ്റിയെടുക്കാം. കോരി മാറ്റിയിട്ടുണ്ട് സവാള വഴറ്റിയതും അണ്ടിപ്പരിപ്പും. ഇനി നമുക്ക് മട്ടൻ വേവിച്ചെടുക്കാം. ഈ കുക്കറിലേക്ക് ഒരു 1/2 ഭാഗത്തോളം മട്ടൺ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് സവാള വഴറ്റി വെച്ചത് ഒരു അല്പം ഇട്ട് കൊടുക്കാം. ഒരു പകുതി ഭാഗം സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് അല്പം മല്ലിയില പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള മാത്രം വഴറ്റിയതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാഷ്നട്ടും സവാളയും കൂടി വഴറ്റിയത് വേറെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മട്ടനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വഴറ്റി വെച്ച ബാക്കിയുള്ള സവാളയും കൂടി ഇട്ട് കൊടുക്കാം. അതിൽ ഒരു സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മട്ടൺ വേവിക്കുമ്പോൾ എന്തായാലും വെള്ളം ഇറങ്ങും മട്ടനിൽ നിന്ന്. എന്നാലും ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചൊന്ന് വേവിക്കുകയാണ്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഒരു മീഡിയം സൈസ് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 കഷ്ണം പട്ട, 4 ഏലക്കായ, 6 ഗ്രാമ്പു, ഒരു 2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ച ജീരകശാല റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം.
ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ്സിന് ഞാൻ ഒരു 7 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നുള്ളൂ. ഇരട്ടി വെള്ളം ഒഴിക്കണം എന്നാണ്, പക്ഷേ ഇത് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ വളരെ നൈസായിട്ടുള്ള അരിയാണ്, അതുകൊണ്ട് ഞാൻ 4 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളമാണ് അതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 മുറി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അല്പം മല്ലിയില പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അടച്ച് വേവിക്കണില്ല, അടച്ച് തിളച്ച് പോവും. ഇനി ഏകദേശം വെള്ളം ഒന്ന് വറ്റി വരാറാകുമ്പോൾ ഒന്ന് അടച്ചൊന്ന് ആവി കയറ്റിയ ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. 3 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ കുക്കർ ഓഫാക്കുകയാണ്. പല മട്ടനും പല വേവാണ്. അതിന് ശേഷം നമുക്ക് നോക്കാം. റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസിൽ നിന്ന് മാറ്റുകയാണ്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മട്ടൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വയ്ക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ 4 സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ബാക്കിയിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ മട്ടൺ വേവിച്ചപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ ചേർത്തായിരുന്നു. മട്ടണിനനുസരിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ച സവോള ചേർത്ത് കൊടുക്കുകയാണ്. സവോള ഒന്ന് വഴണ്ടി കിട്ടട്ടെ. ഇനി ഞാൻ ഒരു പിടി കാഷ്നട്ട് വെള്ളത്തിലൊന്ന് കുതിരാനിട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് അരച്ചെടുക്കാനാണ്, പേസ്റ്റ് ആക്കിയിട്ട്. ഇനി സവോളയൊക്കെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 4 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്, നല്ലോണം വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. നമ്മുടെ മട്ടൺ വെന്ത് കിട്ടിയിട്ടുണ്ട്, പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. 4 വിസിൽ വേണ്ടി വന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓരോ മട്ടനും ഓരോ വേവാണ്. സവാള തക്കാളിയൊക്കെ വഴറ്റുന്നതൊന്ന് അടച്ച് ആവി കയറ്റുകയാണ്. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം മല്ലിയില പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും സവാളയൊക്കെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മസാലയ്ക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂണോളം സാധാരണ നോർമൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണത്. ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി, 1/2 സ്പൂണോളം പെരുംജീരകപ്പൊടി, 3/4 സ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. പൊടിയൊക്കെ ഒന്ന് വാടി കിട്ടട്ടെ. നേരത്തെ മട്ടൻ വേവിച്ചപ്പോൾ നമ്മൾ അല്പം കുരുമുളക് പൊടിയും പെരുംജീരകപ്പൊടി ഇട്ടായിരുന്നു. പിന്നെ അതേപോലെ 1/2 സ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത്. അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ മസാലയിൽ നല്ലോണം വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കാഷ്നട്ടും അല്പം വെള്ളം കൂടി ചേർത്ത് നല്ലോണം അരച്ചെടുത്ത കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ പാത്രത്തിലേക്ക് ഞാൻ 1 സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് കാഷ്നട്ടിൻ്റെ ബാക്കിയുള്ള ഇതും കൂടി അംശം കൂടി എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇങ്ങനെ കാഷ്നട്ടും നമ്മുടെ മസാലകളൊക്കെ നല്ലോണം വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി നമുക്ക് വേവിച്ച് വെച്ച മട്ടൺ ചേർത്ത് കൊടുക്കാം. മട്ടണിൽ നല്ലോണം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു വേവിക്കാൻ. ഇനിയിപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് ചെറുതായി വറ്റി വരട്ടെ. മട്ടണിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഡ്രൈ ആക്കണില്ല. മട്ടൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വഴറ്റി വെച്ച സവോള കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച മട്ടൺ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് അല്പം മല്ലിയില പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസ് ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല, നല്ല റൈസായി കിട്ടിയിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി അതിലേക്ക് അല്പം കാഷ്നട്ടും സവോള വഴറ്റിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് മട്ടൻ്റെ ബാക്കിയുള്ള മട്ടനും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തയ്യാറാക്കി വെച്ച് മട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് അല്പം 1 സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി കാഷ്നട്ടും സവോള വഴറ്റിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുന്തിരിങ്ങ വഴറ്റിയതുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അല്പം മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയ ശേഷം ഗ്യാസ് ഓഫ് ആക്കുകയാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ദം ചെയ്ത നല്ല ബിരിയാണി, നല്ല മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. വളരെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേമാതിരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്താനും ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.